ഒരു ചക്കയിടൽ വ്ളോഗാണ് കേട്ടോ ഇന്ന്. അപ്പോൾ എത്ര കായ്ക്കാത്തതായിട്ടുള്ള പ്ലാവാണെങ്കിലും ഒരു ട്രിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കായ്ച്ചു കിട്ടും കേട്ടോ. ആ ട്രിക്ക് എന്താണെന്നാണ് ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ. അതുപോലെ നമ്മൾ ഇന്ന് കായ്ക്കാതിരുന്നിട്ടുണ്ടായിരുന്ന നമ്മുടെ പ്ലാവിലെ ട്രിക്ക് ചെയ്തതിന് ശേഷം ചക്ക ഉണ്ടായി, അത്യാവശ്യം നന്നായിട്ട് ചക്ക ഉണ്ടായിട്ടുണ്ട്. ആ ചക്കയിൽ ഏറ്റവും മൂത്ത ആദ്യത്തെ ചക്ക നമ്മൾ ഇടുകയാണ് കേട്ടോ. അതിൻ്റെ ഒരു കുഞ്ഞു വ്ളോഗാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഉണ്ട് സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് നോക്കാം. നമ്മുടെ ചക്ക ഇടാൻ പോണ ആളിത് വരണുണ്ട്. വീട്ടിലാവ് 5-6 വർഷമായിട്ട് കായ്ക്കാത്തതാണ്. അല്ല ഇത്രയും വണ്ണമായി. ഇന്ന് അതിന് വളം ഇട്ട്, ഇന്നല്ല ഈ വർഷം വളം ഇട്ട് കഴിഞ്ഞപ്പോൾ 5 ചക്ക കഴിച്ചു. ആദ്യത്തെ ചക്ക നമ്മൾ ഇന്ന് ഇറക്കും. അത് രണ്ടാമത്തെ ചക്കയാണ്. ആദ്യത്തെ ചക്ക മണ്ണിൻ്റെ ഇതാണ് ആദ്യത്തെ ചക്ക. ഇത് നമ്മളിന്ന് ഇറക്കി പുഴുങ്ങും. നമ്മുടെ പ്ലാവിലേക്ക് ഒരു പാഷൻ ഫ്രൂട്ടും കയറി പോയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ചക്കയില്ലാത്ത സമയത്ത് ഇതിൽ നിന്ന് ആകെ കിട്ടിക്കൊണ്ടിരുന്നത് ഈ പാഷൻ ഫ്രൂട്ടാണ്. അപ്പോൾ അതിൽ നിന്ന് ഇതേ പാഷൻ ഫ്രൂട്ട് ചാടി കിടക്കുക. നിങ്ങളുടെയൊക്കെ വീട്ടിൽ കായ്ക്കാതെ ഇതുപോലെ നിൽക്കുന്ന പ്ലാവോ റംബൂട്ടാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളുണ്ടെങ്കിൽ ഇത് ഈ ട്രിക്ക് ഒന്ന് ചെയ്ത് നോക്കാൻ പറ്റും കേട്ടോ. അടിപൊളിയായിട്ട് നടക്കും. നമ്മളിത് കായ്ക്കുന്നില്ലല്ലോ എന്ന് വെച്ചാൽ 5-6 വർഷമായി നട്ടിട്ട്, പക്ഷെ കായ്ക്കുന്നില്ലോ എന്ന് വെച്ചിട്ട് കഴിഞ്ഞ വർഷം ഇത് വെട്ടിക്കളഞ്ഞാലോ എന്ന് ചിന്തിക്കുക. അപ്പോഴാണ് ഈ ഒരു കാര്യം കണ്ടതും ഇത് ചെയ്ത് നോക്കിയത് കേട്ടോ. കഴിഞ്ഞ വർഷം ചെയ്തു, ഈ വർഷം നമുക്ക് 5 ചക്ക ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ മസ്റ്റായിട്ടും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കായ്ക്കാതെ നിൽക്കണമെങ്കിൽ ഇതൊന്ന് ചെയ്ത് നോക്കോളൂ കേട്ടോ. ആദ്യത്തെ ചക്ക ആയതുകൊണ്ട് തന്നെ ചക്ക എങ്ങനെ ഇരിക്കും, അതിൻ്റെ മൂപ്പൊക്കെ കറക്റ്റാണോ, ചോലയ്ക്ക് എങ്ങനെയായിരിക്കും, നിറം എങ്ങനെയായിരിക്കും എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ വെട്ടി കേട്ടോ. എന്തായാലും നല്ല ചക്കയായിരുന്നു. ഒരുപാട് മൂപ്പ് കൂടിയുമില്ല കുറഞ്ഞില്ല, കറക്റ്റ് ഒരു ഭാഗത്ത് തന്നെ നമുക്ക് കിട്ടി. അങ്ങനെ നമ്മൾ വേഗം തന്നെ അത് ക്ലീൻ ചെയ്തിട്ട് പുഴുങ്ങായിരുന്നു കേട്ടോ. എന്തായാലും നല്ല ചക്കച്ചോളയൊക്കെ ആയിരുന്നു. എന്തായാലും നന്നായിട്ട് തന്നെ നമുക്ക് കിട്ടി കേട്ടോ. പിന്നെ പെട്ടെന്ന് തന്നെ ചക്കയ്ക്ക് ഒരുക്കി അത് പുഴുങ്ങാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. ചക്കയുടെ കൂടെ നമുക്ക് പോർക്കായിരുന്നു കേട്ടോ കഴിക്കേണ്ടായിരുന്നു. എന്തായാലും ആദ്യത്തെ ചക്കയല്ലേ, നമ്മളങ്ങനെ നിസ്സാരമാക്കി കാണത്തില്ലെന്ന് വെച്ച് ഞങ്ങൾ പോർക്ക് തന്നെ അങ്ങ് ഉണ്ടാക്കി. അങ്ങനെ നമ്മുടെ ചക്കപ്പുഴുക്ക് റെഡിയായി, അതുപോലെ പോർക്ക് ഫ്രൈയും റെഡി ആയിട്ടുണ്ട്. എന്തായാലും നല്ല ചക്കയായിരുന്നു, ഒരുപാട് കുഴഞ്ഞു പോകാത്ത നല്ല ചക്കപ്പുഴുക്കും നല്ല ടേസ്റ്റുള്ള ചക്കയായിരുന്നു കേട്ടോ. എന്തായാലും അടിപൊളി. അതുപോലെ തന്നെ ഈ ട്രിക്ക് എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഇങ്ങനെ ആരെങ്കിലുമൊക്കെ കായ്ക്കാത്ത മരമൊക്കെ വെട്ടിക്കളയാൻ നിൽക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇത്രേ ഉള്ളൂ. വീണ്ടും വേറെ വീഡിയോ ആയിട്ടും കാണുന്നത് വരെ ബൈ ബൈ.